ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് വയനാട് മുണ്ടക്കൈ നിവാസികൾ. അവരെ ഓർത്ത് സഹതപിക്കുന്നതിനപ്പുറം അവർക്കായി നമുക്ക് പലതും ചെയ്യാനുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രദേശത്തേക്ക് കാഴ്ചക്കാരായി മാത്രം നിങ്ങൾ പോകാതിരിക്കുക. ഇങ്ങനെ വരുന്ന ആളുകളും അവരുടെ വാഹനങ്ങളും രക്ഷാപ്രവർത്തനത്തിനും ആംബുലൻസിന്റെ ഗതാഗത സൗകര്യത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കും. അവിടെയുള്ളവർക്ക് ഇപ്പോൾ ആവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും വേണ്ട ഭക്ഷണം, വെള്ളം, വസ്ത്രം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നിങ്ങളാൽ കഴിയുമ്പടി സംഘടനകൾ വഴിയോ അല്ലാതെയോ അവിടേക്ക് എത്തിക്കുക. ഭക്ഷണം മിനിമം 2 മാസം വരെ കേടുകൂടാതിരിക്കുന്നവ നൽകാൻ ശ്രദ്ധിക്കുക. വസ്ത്രങ്ങളും പുതപ്പും മറ്റും നൽകുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നവ നൽകാൻ ദയവ് കാട്ടുക. ഒപ്പം ക്യാമ്പിലേക്ക് ആവശ്യമായ ടോർച്ച്, എമർജൻസി ലൈറ്റ്, ബൾബ്, പാത്രങ്ങൾ, പാദരക്ഷകൾ, സ്വെറ്റേഴ്സ്, സാനിറ്ററി ഐറ്റംസ്, ബക്കറ്റ്, കപ്പ്, സോപ്പ്, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയും എത്തിക്കുക. ഓരോ ജീവനും പ്രാധാന്യമുണ്ട്. ഇത്രയും കാലം നോക്കി വളർത്തി പെട്ടെന്നൊരിക്കൽ അവരെല്ലാം എവിടെയാണെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മിണ്ടാപ്രാണികളുണ്ട് അവിടെ. അവരെ നോക്കാൻ കഴിയുന്നവർ കഴിയുന്ന രീതിയിൽ അവയെ ഏറ്റെടുക്കുക. നമ്മുടെ നാടാണ്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൈത്താങ്ങാവേണ്ടത് നമ്മുടെ കടമയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നിങ്ങളാൽ കഴിയുന്ന സഹായം ഓരോ വ്യക്തിയും ചെയ്യുക. നല്ലൊരു നാളേക്കായി നമുക്കൊപ്പമുള്ളവരെ ചേർത്ത് പിടിച്ച് നമുക്കൊരുമിച്ച് ഈ സമയത്തെ നേരിടാം.